ഹായ് എവരിവൺ. ഇന്ന് ഞാൻ കറണ്ട് ഇലക്ട്രിസിറ്റിയുടെ മറ്റൊരു ക്വസ്റ്റനായിട്ടാണ് വന്നിരിക്കുന്നത്. കുട്ടികൾ ഡൗട്ട് ചോദിക്കുന്ന ക്വസ്റ്റൻ തന്നെയാണ് ഇതൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഡൗട്ട് ചോദിക്കുന്ന ക്വസ്റ്റൻസ് സെലക്ട് ചെയ്തിട്ട് ഞാൻ ഈ ഡിസ്കഷനിൽ വയ്ക്കുന്നത്. സോ ദാറ്റ് അത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ട് മാറും എന്നുള്ളതാണ്. ചില കുട്ടികൾക്ക് ഡൗട്ട് വരുന്ന ചില കോൺസെപ്റ്റുകളും മറ്റു കുട്ടികൾക്കും ഡൗട്ടുകളായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റൻസ് ഡിസ്കഷനിൽ വയ്ക്കുന്നത്. അപ്പോൾ അതിന് ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. ഇത് മറ്റൊരു ക്വസ്റ്റ്യൻ. ഇതിനകത്ത് ചോദ്യം കാൽക്കുലേറ്റ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പോയിൻറ്റ്സ് എക്സ് ആൻഡ് വൈ എന്നാണ്. എക്സിൻ്റെയും വൈയുടെ ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇവിടെ കാണാൻ സാധിക്കും 3 വോൾട്ട് ഉണ്ട്, 4 വോൾട്ട് ഉണ്ട്, ഇവിടെ ഒരു 4 വോൾട്ട് കിടപ്പുണ്ട്. ഈ 4 വോൾട്ട് എന്ന് പറയുന്നത് ഒരു ഓപ്പൺ ബ്രാഞ്ചായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അത് ഈ 4 വോൾട്ടിൽ കൂടെ കറണ്ട് കടന്നു പോവില്ല, കാരണം ഇതൊരു ക്ലോസ്ഡ് പാത്താണ്. അപ്പോൾ ഇതിൽ കൂടെ പോകുന്ന കറണ്ട് ഈ ലൂപ്പിൽ തന്നെ കറങ്ങി ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഇതാണ് I1 വരുന്നത്. കാരണം ഇവിടെ നിന്ന് ഇറങ്ങുന്ന കറണ്ട് എത്രയാണോ അത്രയും തന്നെ ആയിരിക്കും കറണ്ട് തിരിച്ച് വന്ന് കയറേണ്ടത്. അക്കോർഡിംഗ് ടു കിർച്ചോഫ് വോൾട്ടേജ് ലോ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കൺസർവേഷൻ ഓഫ് എനർജി കൊണ്ട് ഡെൽറ്റ വിയുടെ വാല്യൂ ക്ലോസ്ഡ് പാത്തിൽ 0 ആയിരിക്കും. അതുപോലെ ഇതൊരു ക്ലോസ്ഡ് പാത്തല്ലേ, ഇവിടെ വരുന്നതും എങ്ങനെ തന്നെ ആയിരിക്കും, I2 ഉണ്ടോ, ഇതിങ്ങനെ ക്ലോസ്ഡ് പാത്തിലേക്ക് വരും. അപ്പോൾ ഇവിടെ വരുന്നതും ഇവിടെ നിന്ന് ഇറങ്ങുന്ന കറണ്ട് എത്രയാണോ അത്രയും തന്നെ ആയിരിക്കും കറണ്ട് വന്ന് തിരിച്ച് കയറേണ്ടത്. I2ൻ്റെ വാല്യൂ ഈ സെല്ലിൽ I2 എന്ന് എടുക്കാം, ഈ 3 വോൾട്ട് സെല്ലിൽ നമുക്ക് I1 എന്ന് എടുക്കാം. ഈ ബ്രാഞ്ചിൽ എന്തില്ല, കറണ്ടിൻ്റെ വാല്യൂ ഇല്ല. അപ്പോൾ ആദ്യം നമുക്ക് I1 എങ്ങനെ കണ്ടുപിടിക്കാം, ക്ലോസ്ഡ് പാത്താണ്. അപ്പോൾ I1 കണ്ടുപിടിക്കാൻ വേണ്ടി I1 ഈസ് ഈക്വൽ ടു 3 വോൾട്ട് ഡിവൈഡഡ് ബൈ 5 + 3 8 ആംപിയർ എന്ന് കൊടുക്കാം. I2 എങ്ങനെ കണ്ടുപിടിക്കാം, I2 ഈസ് ഈക്വൽ ടു ഇവിടുത്തെ ഈ ലൂപ്പിലെ വോൾട്ടേജ് എത്രയാണ് 4 ഡിവൈഡഡ് ബൈ ഇവിടുത്തെ റെസിസ്റ്റൻസ് വാല്യൂ 5, 4/5 ആംപിയർ എന്ന് കൊടുത്തു. ക്ലിയർ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമുക്ക് എക്സിൻ്റെയും വൈയുടെ ഇടയ്ക്കുള്ള പൊട്ടൻഷ്യലാണ് കണ്ടുപിടിക്കേണ്ടത്. സോ വി ആർ സെലക്ടിങ് ദ പാത്ത് ലൈക്ക് ദിസ്. ഇങ്ങനെ വന്ന് ഇങ്ങനെ പോവാണ്. ഈ പോയിന്റിൽ നമുക്ക് കിർച്ചോഫ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യാം. അപ്ലൈങ് KVL, കിർച്ചോഫ് വോൾട്ടേജ് ലോ, സ്റ്റാർട്ടിങ് ഫ്രം X A B Y. അപ്പോൾ നമുക്ക് ഇവിടെ കറണ്ട് എങ്ങനെ വരുന്നത്, ഈ ഇതിലൂടെ കയറി 5 ഓമിൽ വരുന്ന കറണ്ട് മുകളിലോട്ടാണ്. ഞാൻ വരുന്നത് എക്സിൽ നിന്ന് എയിലേക്ക്. ഇവിടെ വരുന്ന കറണ്ട് ഇങ്ങനെ കയറി താഴത്തോട്ടാണ്, ഇതിലെ കൂടെ ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് എക്സിൽ നിന്ന് എയിലേക്ക് എടുക്കുമ്പോൾ നമ്മൾ പോകുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് കറണ്ട് വരുന്നത് അല്ലേ. ഞാൻ പോകുന്നത് എക്സിൽ നിന്ന് എയിലേക്ക്, കറണ്ട് വരുന്നത് എയിൽ നിന്ന് എക്സിലേക്കാണ്. സോ ഐ എം മൂവിങ് ഫ്രം എ ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ. ഹയർ പൊട്ടൻഷ്യലിൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിലേക്കാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. വി ആർ മൂവിങ് ഫ്രം എ ലോവർ പൊട്ടൻഷ്യൽ ടു ഹയർ പൊട്ടൻഷ്യൽ. കാരണം കറണ്ട് പോകുന്നത് എയിൽ നിന്ന് എക്സിലേക്കാണ്. അപ്പോൾ എക്സ് ലോവർ പൊട്ടൻഷ്യലും എ ഹയർ പൊട്ടൻഷ്യലും വരും. അപ്പോൾ നമ്മൾ മൂവ് ചെയ്യുന്നത് ലോവറിൽ നിന്ന് ഹയറിലേക്ക് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ പോസിറ്റീവ് വാല്യൂ അപ്ലൈ ചെയ്യാം. ഗെയിൻ ഇൻ പൊട്ടൻഷ്യലാണ്. സോ +5 ഇൻറ്റു വി എക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ വി എക്സ് +5 I1. പിന്നെ വരുന്നത് 4 വോൾട്ടാണ്. 4 വോൾട്ടിൻ്റെ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക്. സോ +4. പിന്നെ വരുന്നത് ബിയിൽ നിന്ന് വൈയിലേക്ക്, സെയിം ഡയറക്ഷൻ കറണ്ട്. സോ -2I2 ദാറ്റ് ഈസ് ഈക്വൽ ടു VY. ഇവിടെ നമ്മൾ എൻഡ് ചെയ്തു. ഇനി നമുക്കിതിനെ സോൾവ് ചെയ്യാം. Vx +5 ഇൻറ്റു I1 പകരം ഏത് കൊടുക്കാം, 3/8 +4 - 2 ഇൻറ്റു I2 പകരം ഏത് കൊടുക്കാം, 4/5 ദാറ്റ് ഈസ് ഈക്വൽ ടു VY. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ Vx +15/8 +4 - 8/5 ഈക്വൽ ടു VY. Vx - VY ഈക്വൽ ടു 8/5 -4 -15/8. Simplifying, we'll be getting -4.275 volt. -4.275 volt. അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കിട്ടുന്ന റിസൾട്ടാണ് എഴുതിയിരിക്കുന്നത്. കണ്ടോ. സോ നമുക്ക് സിംപ്ലിഫിക്കേഷൻ ഉണ്ട് ഈ ക്വസ്റ്റനിൽ. ഇതൊരു ജെയിയുടെ ക്വസ്റ്റനാണ്, ജെയ് മോഡൽ ക്വസ്റ്റനാണ്. സിംപ്ലിഫിക്കേഷൻ വരുന്നുണ്ട്. പക്ഷേ കോൺസെപ്റ്റ് വളരെ സിമ്പിളാണ്, വളരെ ക്ലിയർ ആയിരിക്കണം. ഒരു ലൂപ്പിനകത്ത് കിർച്ചോഫ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യുന്നുണ്ട്. ലൂപ്പിൻ്റെ വെളിയിൽ കിടക്കുന്ന ബ്രാഞ്ചിൽ കറണ്ട് കടന്നു പോകില്ല. ഈ ലൂപ്പിനകത്ത് ഇങ്ങനെ കറണ്ട് കറങ്ങി നിൽക്കും. ഇവിടെ ലൂപ്പ് ഉണ്ടായിരുന്നെങ്കിൽ, ഇങ്ങനെ ലൂപ്പ് ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ ബ്രാഞ്ചിൽ കറണ്ട് വന്നേനെ. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു ലൂപ്പ് വരുന്നില്ല. പിന്നെ വരുന്നത് ഈ ലൂപ്പാണ്. ഇതിനകത്ത് ഒരു കറണ്ട് I2, ഇതിനകത്ത് മറ്റൊരു കറണ്ട് I1. എന്നിട്ട് നമ്മൾ എക്സിൻ്റെയും വൈയുടെ അക്രോസ് കിർച്ചോഫ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്തു. വി ആർ സോൾവിങ് ഇറ്റ് ബൈ യൂസിങ് ദാറ്റ് കണ്ടീഷൻ. ആൻസർ റെഡി, -4.275 വോൾട്ട്. ഇസ് ഇറ്റ് ക്ലിയർ? സോ ഇതുപോലെയുള്ള ക്വസ്റ്റനായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം കേട്ടോ. താങ്ക് യു.